ഗൈസ് ഞാൻ ഇന്ന് എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പോയപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടും എന്ത് തെണ്ടിത്തരാണെങ്കിൽ അതിന് കൂട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാഡറിലെത്തി, ബാക്കിയുള്ളവർ തന്നെ കാത്തിട്ട് നിൽക്കുകയാണ്. അവിടെ കുറേ നേരം നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആകെ പ്രാന്ത് വന്നു. പിന്നെ അവിടെ കുട്ടികളൊക്കെ ഓരോന്ന് കളിക്കണം, ഗെയിമൊക്കെ കളിക്കണം നോക്കിക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കയറാൻ പേടിയുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ എസ്കലേറ്റർ. ഇതിനൊരു കഥ ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് കയറുമ്പോൾ ഇതിൻ്റെ മുകളിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിക്ക് കാലൊക്കെ ചവിട്ടി അങ്ങ് കയറിയതാണ്. കയറിയത് സ്റ്റെപ്പിൻ്റെ അറ്റത്താണ്. അവിടെ നിന്ന് നേരെ തലയിടിച്ചിട്ട് വീഴാൻ പോയി. ബാക്കിലൊരു പയ്യുള്ളതുകൊണ്ട് അവൻ പിടിച്ച് നിർത്തി, അല്ലെങ്കിൽ അവിടെ തലകുത്തി വീണ ആകെ സീനായിരുന്നു. അതിനുശേഷം ഞാനിത് അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കയറിയില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അവിടെ ഇരുന്നിട്ട് ബോറടിച്ചപ്പോൾ അവർ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള കടയ്ക്കാണ് കേട്ടോ വന്നത്. അവിടുത്തെ ആംബിയൻസ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്ത കോഫി ഹോർലിക്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 12 മണിയായിട്ട് അവരെ കാണാനില്ല ഗൈസ്. ഞങ്ങൾ ആകെ പോസ്റ്റ് അടിച്ച് ആകെ പ്രാന്തായിട്ടിരിക്കുന്നു. അപ്പോഴാണ് തോന്നിയത് നമുക്ക് ചാലഞ്ച് ചെയ്യും. പിന്നെ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 3 മിനിറ്റിനുള്ളിൽ എത്ര കാറോളം പോകാമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. ബസ്സൊക്കെ കുറവായിരുന്നു, അപ്പോൾ കാറോളാണ് അധികം പോയായിരുന്നത്. അപ്പോൾ കാറോളം എത്രയാണ് പോകാന്നുള്ളത് എണ്ണി നോക്കുകയാണ്. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ 37 കാറുകളാണ് കേട്ടോ നമുക്ക് എണ്ണിയിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവർ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി വീഡിയോ പാർട്ട് 2 ഇടുന്നതായിരിക്കും കേട്ടോ.